എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെർബൽ ഡൈ എങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നെല്ലിക്ക പൗഡർ, മൈലാഞ്ചി പൗഡർ, നീലാമരി പൗഡർ, കോഫി പൗഡർ, തേയില. ഈ ഡൈക്ക് അലർജി ഉള്ളവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിനകത്ത് ഒരു അലർജിയില്ല, ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഈ കാണിക്കുന്ന കണക്ക് എല്ലാവരും തയ്യാറാക്കി വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഷാമ്പൂ ഇട്ട് നല്ല വാഷ് ചെയ്ത് ഉണങ്ങിയ ഹെയറിനകത്ത് ഇത് അപ്ലൈ ചെയ്താൽ നല്ല കളർ കിട്ടുന്നതായിരിക്കും. നല്ല ബ്ലാക്കിഷ് നാച്ചുറൽ ബ്ലാക്ക് ആയിട്ടുള്ള, വലിയ കറുപ്പ് കിട്ടുമെന്നല്ല, നാച്ചുറൽ ബ്ലാക്ക് കിട്ടും. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കിതിന് ആവശ്യമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെല്ലിക്കാപ്പൊടി 1 സ്പൂൺ എടുത്ത് നല്ലതായിട്ട് നമുക്ക് ഒന്ന് ബ്ലാക്കിഷ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കണം. അതിനുശേഷം അതിലോട്ട് തന്നെ ചെറിയ ചൂടോടെ നമ്മൾ 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടി അതിലിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തേയിലയും കൂടെ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടോടെ നമ്മൾ ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് ഒരു ദിവസം ഫുള്ള് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നു. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാൻ ഈ ഹെർബൽ ഡൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കുന്നു. ഇതിലോട്ട് ഞാൻ ഒരു 2 സ്പൂൺ നെല്ലിക്ക പൗഡർ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഒന്ന് മൂപ്പിക്കുന്നു. മൈലാഞ്ചി പൗഡർ ഇട്ട് കൊടുക്കുന്നു. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തേയിലയും 1 ടേബിൾ സ്പൂൺ കാപ്പി പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലൊഴിക്കുന്നു. നല്ലതായിട്ട് ഇളക്കുന്നു. ഇതേപോലെ നല്ലതായിട്ട് കുറുകുന്നത് പോലെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇന്നൊരു ദിവസം, ഇന്നിപ്പോൾ വൈകിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലെ എടുക്കാം. ഒരു ദിവസം ഇതേപോലെ തന്നെ നമുക്ക് ഈ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് തന്നെ നമുക്ക് വെച്ചിരിക്കാം. ഇത് നമ്മൾ തയ്യാറാക്കിയ മിശ്രിതമാണ്. ഇപ്പം തന്നെ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ബ്ലാക്കിഷായിട്ടായിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അയണും എല്ലാം കൂടെ ഈ തന്നെ തലേ ദിവസം വൈകിട്ട് നമ്മളിത് ചെയ്ത് ഇന്ന് ഒരു 4 മണിക്ക് ശേഷമാണ് ഞാൻ ഇതെടുത്ത് ഇതുപോലെ ഒന്നും ഫുൾ മിക്സ് ചെയ്യുന്നു. നീലാമരി പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ഇത് ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് നീലാമരി പൗഡർ മാത്രം ഇട്ടിട്ടില്ല. ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നീലാമരി പൗഡർ. ഇത് പ്ലെയിൻ നീലാമരി ആയിരിക്കണം. ഈ നീലാമരിക്കകത്ത് ഒരു മിക്സിങ് കാണാൻ പാടില്ല. മിക്സിങ് ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ കിട്ടും. അതിനകത്ത് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് വേറെ ഓരോന്നൊക്കെ ആഡ് ചെയ്യും. ഇതിന് നമുക്ക് വേണ്ടത് പ്ലെയിനായിട്ടുള്ള നീലാമരി പൗഡർ വാങ്ങാൻ ആയുർവേദ കടകളിൽ കിട്ടും. അവിടുന്ന് വാങ്ങിക്കുക. ഇതേപോലെ ഒരു ദിവസം വെച്ചിട്ടുള്ള ഈ മിശ്രിതത്തിലോട്ട് നമ്മൾ ഈ നീലാമരി മിക്സ് ചെയ്യുന്നു. ഈ ഹെർബൽ ഡൈക്ക് യാതൊരു വിധമായ അലർജിയും ഉണ്ടാകത്തില്ല. ഇപ്പം തന്നെ നമ്മൾ ഇതേപോലെ നല്ലതായിട്ട് ആ നീലാമരി പൗഡറും ഈ മൈലാഞ്ചിയുടെ മിശ്രിതവും ആംലയുടെ മിശ്രിതവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആംല ഒന്ന് ബ്ലാക്കിഷ് ആകുന്നവരെ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ചൂടാക്കുന്നത്, അതിൻ്റെ പരുവും നല്ലതായിട്ട് ഒരു ബ്ലാക്കിഷ് കളർ വരുന്ന വരെ നമ്മൾ ഇത് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ നീലാമരി പൗഡറും കൂടെ ഈ മിശ്രിതത്തിൽ നമ്മൾ മിക്സ് ചെയ്തു. ഇതേപോലെ ഒരു 10 മിനിറ്റ്, കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ തലയിൽ ഓയിലുണ്ടെങ്കിൽ, നരയുള്ളവർക്ക് ഓയിലുണ്ടെങ്കിൽ നല്ല മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ട് ഫുൾ ഓയിൽ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിശ്രിതം സ്കാൽപ്പിൽ സ്റ്റാർട്ടിങ് തൊട്ട്
എൻഡ് വരെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ റൂട്ടിൽ വൈറ്റുള്ളിടത്ത് മാത്രം ഈ മിശ്രം ഇടാം. ഇത് ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയ്ക്കൊരു കൂളിങ്ങുക, ഡാൻഡ്രഫ് മാറും, ഒരു നാച്ചുറൽ ബ്ലാക്കിഷ് കളറും കിട്ടും. ഇത് മന്ത്ലി ഒരു 2 ടൈം നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഡൈയുടെ ആവശ്യം വരുന്നതേ ഇല്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.